എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഉമ്മാ മുടി നരച്ചു തുടങ്ങിയത് കൊണ്ടല്ലേ ഉമ്മാ നീ ഇപ്പം തലമറയ്ക്കാ തുടങ്ങിയത്? എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ഉമ്മമാരോട്, ശരീരത്തിലെ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി, ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണമത്ര നിന്റെ അടുത്ത് കിടക്കുകയാണ്. അതാ മരണം നിന്റെ അടുത്ത് കിടക്കുകയാ. നീ കളിച്ചും ചിരിച്ചും സുഖിച്ചും ഇങ്ങനെ നടക്കുകയാണ്. കുല്ലും ബ്രിഇൻമോ സബ്ബഹും ഫീ അഖിലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കളപടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയണ്ട, ഒരു പ്രയാസവുമില്ല. അല്ലാഹു പറയുകയാണ്, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹയുടെ 135-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ, നീയും നിന്റെ ഭാര്യ മക്കളും നിസ്കരിച്ചാ, അല്ലാഹു നിനക്ക് 2 പ്രതിഫലം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 1, മരിക്കുന്ന കാലം വരെ നിനക്കും കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം.